ഞാൻ മെഹ്റിഷ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, അതായത് ഇബ്രാഹീമിനെ മാതൃകയാക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ മാത്രം ഒരേ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇബ്രാഹിം 80ാമത്തെ വയസ്സിലാണ് പരിച്ഛേദന ഏറ്റത്, അതും കോടാലി കൊണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൂടെ മുസ്ലിങ്ങൾ മാതൃകയാക്കണം എന്ന് ഞാൻ മെഹ്റിഷിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മാതൃക എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് സുന്നത്ത് അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് മാതൃക. പ്ലീസ്. ഇത്രയും പ്രതീക്ഷയില്ല ഇതിനാണ് അവരെടുത്ത് അന്ന് യാത്രകൾ ഒട്ടകത്തിലും കഴുതപ്പുറത്താണ്. ഇന്നും അതുപോലെ യാത്ര ചെയ്യണം കേട്ടോ. അതെ 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 അതെ, അങ്ങനെ തന്നെ ചെയ്യണം. അല്ല ശങ്കരമതനോടല്ല വളരെ ശങ്കര ബ്രോ കേൾക്കുന്നില്ല കേട്ടോ, ഒന്നും കേൾക്കുന്നില്ല. ഡ്രോൺ ബ്രദർ പറഞ്ഞു. ബഹറീഷ് വരുന്നത് നമ്മുടെ സമയം കളഞ്ഞ് ഇവിടുത്തെ ടോക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനും നമ്മുടെ സമയം കൊല്ലാനും, അല്ലാതെ അങ്ങനെ പറയല്ല. മേർഷ് ഞങ്ങളിവിടെ റൂം ഇട്ടിരിക്കുന്ന വെച്ചതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. മേർഷ് ഇപ്പം പക്ഷെ മേർഷ് ലേശൂസ് ആദ്യം പറഞ്ഞാൽ താങ്കളോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ താങ്കൾ ഖുറാനിൽ നിന്ന് കൃത്യം റെഫറൻസ് വന്നു, ഹദീസിൽ നിന്ന്. ഞങ്ങൾ ആദ്യം വന്ന ഇസ്മായിൽ അത് കണ്ടില്ല. ഞങ്ങൾ പറഞ്ഞ റെഫറൻസ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി മേർഷ് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം കൂടെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ ഉപകാരം. മേർഷിന് വീണ്ടും സ്വാഗതം. മേർഷിന് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മേർഷ്? അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ട്. ഇതില് കോടാലി കൊണ്ടൊന്നും ഇവിടെ ഖുറാനിലും ഹദീസിലൊന്നും പറഞ്ഞിട്ടില്ല. കോടാലി കൊണ്ട് അത് ബൈബിളിലാവും, അത് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. കോടാലി കൊണ്ട് ചെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്രാഹിം കോടാലി കൊണ്ട് വെട്ടി എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, സ്വഹീഹുൽ ബുഖാരിക്കകത്ത് കിടപ്പുണ്ടല്ലോ. ഏത് ഹദീസ്? അതിനെന്താ ഇപ്പൊ തരാം. അതല്ല, അന്ന് ചെയ്ത മാർഗം പറഞ്ഞാല് ആ മാർഗം പിന്തുടരുക. അത് എന്തുകൊണ്ട് ചെയ്തു? അപ്പൊ അന്ന് കോടാലി എവിടെ വരൂ? മെഹ്രീഷ് മീറ്റ് ചെയ്യൂ. മെഹ്രീഷ് പ്ലീസ്, അജീഷ് ബ്രോ കാണിക്കും, പറയും. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കണം അജീഷ് ബ്രദറെ. നീ ഇപ്പൊ എടുത്തു വെച്ചിട്ട് എന്നാ കാര്യം? കോടാലി എന്തിയേ? എന്നാ ഞാൻ വേറെ പണി, ഞാൻ സുന്നാ.com റെഫറൻസ് എടുത്ത് വെച്ചേക്കാം. ഏത് മുന്നായി നാണിലും എടുത്തുണ്ടോ? കോടാലിയും കൊണ്ട് പുള്ളി വെട്ടി നാശമാക്കി കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇത് ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല, അതിപ്പോ പൊട്ടിപ്പോയില്ലേ? ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. അതാണ് നിങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇപ്പൊ മേർഷ അടുത്ത പണി കിട്ടുമെന്ന് പറയുമ്പോൾ നേരെ അടുത്തിലേക്ക് പോവാ. എന്നാ പിന്നെ മേർഷ ചോദിക്കാം. അണ്ണാ ഞങ്ങളെ റൂം ഇട്ടായാലും ഞങ്ങൾക്കറിയാം. അണ്ണനൊന്ന് വീട്ടിൽ ചെയ്തിരി. അണ്ണാ അജീഷ് ബ്രോ വായിക്കേ. ഒരു മിനിറ്റ് എടുക്കട്ടെ. അതൊക്കെ നമ്മുടെ കയ്യിൽ പുസ്തകമായതുകൊണ്ട് പാവപ്പെട്ടവനൊക്കെ ഇതൊക്കെ എടുത്ത് വരണ്ടേന്ന്. ഈ സുന്നാ.com ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം വലിച്ചു പറിച്ച ഒരു ദൂരെ കളയും. പുസ്തകം എന്താ കണ്ടെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അത് പൂട്ടിക്കും. നിങ്ങൾ രാത്രി കിടന്നിറങ്ങുമ്പോ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് പോകും. ഇന്നലെ അത് കേട്ടോണ്ട് കിടന്ന് ഞാനത് സ്വപ്നം കാണുകയും ചെയ്തു. സുന്നാ.com പൂട്ടി പോയത്. കറുത്ത പട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആരും കയറി വരത്തില്ല. ഇതേപോലെ കുറെ അവഹേളനങ്ങൾ നടത്തി ചിരിക്കാന്നല്ലാതെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കും സഹോദരങ്ങളെ. എന്താണ് സത്യം എന്ന് പറ. ഈ കോടാലി കോടാലിയും കൊണ്ട് വെട്ടിയത് വിട്ടൊരു പരിപാടിയില്ലല്ലോ. കോടാലിയും കൊണ്ട് വെട്ടിയതാണ് സത്യം എന്നാണ് മോശസിന്റെ പുത്രൻ എന്താണ് കല്ലുകൊണ്ടല്ലോ. ഓ എന്റെ പൊന്ന് മെഹ്രീഷ, മോസസിന്റെ പുത്രനോ? കറുത്ത പൂച്ച വളർത്തിയ വല്ല പ്രയോജനമുണ്ടോ? കറുത്ത പൂച്ച വളർത്തിയാല് അത് ആമ്പൂച്ചയാണെങ്കിൽ കരയും, പെൺപൂച്ചയാണെങ്കിലും കരയത്രേ ഉള്ളൂ. വാവർക്കാതിരിക്കാൻ വേണ്ടി എന്താ പുള്ളി എന്താ ഖുർആൻ എടുത്ത് വായി വെച്ചോണ്ടിരിക്കുവായിരുന്നു നമ്മളായിരിക്കും. ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. കോടാലി കൊണ്ടാണോ ഇനി കോടാലി കൊണ്ടാണെന്നുള്ള അജീഷ് ബ്രദർ വായിക്കും. ആവശ്യമുള്ളൂ. ഇപ്പൊ നോക്കുമ്പോ ഈ സാധനം കാണത്തില്ല, പറയണം.
അത് വെറുതെ ഞാൻ പറഞ്ഞ സാധനം എടുത്തിട്ടാണ്. അത് ശരിയാ, ഇപ്പഴാ നിങ്ങൾക്ക് കിട്ടണില്ലേ? ഇതിന് മുമ്പ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ എന്റെ ഹദീസാണ്. പൊന്നണ്ണ, ഞാൻ വേണം വായിച്ച് ഏൽപ്പിച്ചു തരാം. അതെ, ഞാൻ കൊണ്ടുവന്ന ഹദീസാണത്. ഞാൻ ഈ ചേലാകർമ്മത്തിന് തെളിവ് കൊടുക്കുന്ന ഹദീസാണ്. നിങ്ങൾക്ക് ഓ, തെളിവ് എന്റെ നമുക്ക് പൊന്നു കിട്ടിയില്ല. നമ്മുടെ മാഷെ, സാറ് അതിൽ തന്നെ പറഞ്ഞോണ്ടായിരിക്കും. കോടാലിയും കൊണ്ട് വെട്ടി എഴുതി നിക്ക് വെച്ചിരിക്കുന്നത്. താങ്കളത് സാറ് വായിച്ചില്ലേ? പറഞ്ഞോണ്ടായിരിക്കും ഞാനിത് നോട്ട് ചെയ്ത് അതിനെന്താ? വെച്ചിരിക്കുന്നല്ലേ. എന്റെ പൊന്നണ്ണ, എനിക്ക് ഈ സുനാടർക്കമേ മാത്രമല്ല, എന്റെ ഈ പുസ്തകം ഇരിപ്പുണ്ട്, ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാം. ഇത് ഞാൻ അല്ല തന്ന ബ്രദർ, ഹദീസാണ്. നിങ്ങൾ ഹാരിഷ് ഇപ്പഴാ ബ്രദർ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടാണോ തെളിവ് കോടാലി കൊണ്ട് വെട്ടിയ കഥ എവിടെയെന്ന് ചോദിച്ചത്? അതെ. അതെ, ആന്ന്. അതിനെന്താണ് അന്ന് കാലത്ത് കഴുതയിലും കുതിരപ്പുറത്തും മറ്റേ ആ ഒട്ടകപ്പുറത്താണ് യാത്ര. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് കാറിലല്ലേ പോകുന്നത്, അല്ല ബൈക്കിലല്ലേ അണ്ണൻ പിന്നെ പോകുന്നത്? എന്തിനാ ചോദിച്ചത്? അണ്ണൻ പിന്നെ എന്തിനാ എന്തിനാ ചോദിച്ചത്? ചോദിച്ചത്? കോടാലി കൊണ്ട് വെട്ടിയത് എവിടെയെന്ന് ചോദിച്ചത് അതെ എന്തിനാണ്? അത് ഉണ്ടോന്ന് ചോദിച്ചതാണ്. ജസ്റ്റ് ഉണ്ടോ ചോദിച്ചത്. നിങ്ങളിപ്പോ ബൈബിളിലുണ്ട് പിന്നെ എന്തിനാ മോശ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ എന്തിനാ മകന് ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചത്? കല്ലുകൊണ്ട് ചെയ്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ അന്നത്തെ എന്താണോ ഉപകരണം. എവിടെ മെഹരീഷ എവിടെയാ സമയം കോടാലി കല്ലുകൊണ്ട് കൊണ്ട് ചെയ്തല്ലേ? ചെയ്തേക്കണമെന്ന് മെഹരീഷ പറഞ്ഞേക്കണം മേരിഷെ? കല്ലുകൊണ്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞേക്കണ എവിടെയാ? കല്ലുകൊണ്ട് അതിനെ വെച്ചിട്ട് ആ ഗലാത്യർ റെഫറൻസ് ഒന്ന് തരാവോ? ടെസ്റ്റ് ചെയ്യണം. ഗലാത്യർ ഏ ഗലാത്തിരോ? അല്ല അത് അല്ല, നിങ്ങൾ ഖുറാന്റെ കാര്യമല്ലേ പറഞ്ഞേ കല്ലുകൊണ്ട് ചെയ്തെന്ന്? അല്ല, ബൈബിളില് മോശസിന്റെ ആ മകൻ ബൈബിളില് ചെയ്തു. ബൈബിളില് കല്ലുകൊണ്ടും മരം കൊണ്ടും ബിജു ഒക്കെ ബ്രദറെ ഉണ്ട്. അത് പോട്ടെ. ഒരു മിനിറ്റ് ഒരു നമ്മളിപ്പോ മിനിറ്റ് വായിക്കട്ടെ. ആ ബിജു ബ്രദറെ ഒരു മിനിറ്റ്. അതല്ല, കല്ലുകൊണ്ട് മോസസ് ഇത് ചെയ്തെന്നുള്ള ഗലാത്യ ലേഖനത്തിൽ കിടപ്പുണ്ട് പഴയ നിയമത്തിൽ, അല്ലേ മഹരീഷ? അത് ഞാൻ നോക്കി എടുത്തരാം. ഏതിൽ ഞാൻ ഇപ്പൊ വായിച്ചു പോയതാണ്. ശരി ശരി. ഗലാത്യ ലേഖനം പഴയ നിയമത്തിൽ നാം മോസസ് അത് ചെയ്ത കാര്യം എടുത്താണ്. പുറപ്പാട് 4-ാം അധ്യായത്തിലാണ്. പുറപ്പാട് 4-ാം അധ്യായം. പുറപ്പാട്. അപ്പൊ പുറപ്പാട് പുതിയ നിയമത്തിന്റെ അകത്ത് പുറപ്പാട് അല്ലേ? അല്ല സഹോദര, നിങ്ങൾക്ക് വലിയൊരു സംഭവം തോന്നില്ല. അത് മാറ്റി വെച്ചാളാ അജിഷേട്ടാ. അത് ഇന്നലെ നിങ്ങളുടെ പേര് സംസാരത്തിൽ മാറ്റി എപ്പോഴും അത് മുഴച്ചു നിൽക്കും. പേര് നിങ്ങളുടെ പേര് സംസാരത്തിൽ മാറ്റി. എപ്പോഴും അഹങ്കാരത്തിന്റെ ധ്വനി മുഴച്ചു നിൽക്കും. അത് വിശ്വാസിക്ക് ചേർന്നതല്ല അജിഷേട്ടാ. വളരെ ഇത് സന്തോഷം. ഒരു സൗമ്യനാവും, ക്രിസ്ത്യ അപ്പോളജറ്റിക് അത് മൈൻഡ് ആവും. ശരിയാ. അതെ, എല്ലാവർക്കും അറിയണം, ആഗ്രഹം ഉണ്ടെന്നുള്ള ആ ചിന്തയിൽ വരും, അറിവ് പകരാൻ വരും. കറക്റ്റ്, ശരിയാണ്. ആ കറക്റ്റ്. എനിക്ക് ആ അങ്ങനെ ഒരു സംസാരിക്കുക. അല്ലാതെ അഹങ്കാരം എനിക്കെല്ലാം അറിയാം, എനിക്ക് ഞാനാണ് രാജാവ്, അത് പറയുന്നൊക്കെ പൊട്ടനാണ് എന്നുള്ള ആ ചിന്ത ആദ്യം മാറ്റി വെക്കും. ഞാൻ നിങ്ങൾ മുഹമ്മദ് സംസാരിക്കുമ്പോൾ മാത്രമുള്ള ആണെന്നുള്ള ആ ഒരു പ്രശ്നം ചിന്ത എനിക്കില്ലാന്നേ. ഞാൻ മുഹമ്മദിനെ നിങ്ങൾക്കുണ്ടെന്ന്. പോലാണ് നിങ്ങളുടെ എല്ലാരും സംസാരത്തിൽ ഫുൾ അതാണ് മറ്റുള്ളവരെന്നുള്ള ഒരു വരുന്നത്. ചിന്ത ഫുൾ ഇല്ല. അഹങ്കാരത്തിന്റെ ധ്വനികളാണ്. അത് എനിക്കെല്ലാം അറിയാം, നീയൊക്കെ അതെന്താന്ന് അറിയോ? പൊട്ടനാണ്. പ്രശ്നം എന്താ അറിയാ? പ്രശ്നം ആ എന്താ ചിന്ത അറിയാ? അത് മാറ്റി വെക്കും. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ മതകാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അത് എന്റെ കുഴപ്പമില്ലാന്നേ. അല്ല, അത് മനസ്സിലായോ? അതിനുള്ള കഴിവുണ്ട്. തമ്മ വോയിസ് കേട്ടാൽ തന്നെ അറിയാം. അത് അജീഷ് അഹങ്കാരം അണ്ണാ ഒന്ന് ബ്രദർ, നിർത്ത്. എന്റെ ആ അജീഷ് തെളിവൊന്ന് അതെന്താ അറിയോ? വെച്ചോട്ടെ. അടി നമ്മളെ പിടിക്കല്ലേ? നമ്മുടെ പേരുകൾ എടുത്തു വെച്ചിട്ട് നമ്മളെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ള ഒരു മുഹമ്മദീയ അടവുമായിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ വർഷങ്ങളായി മോനെ. നിങ്ങളെ കുഞ്ഞിന് എന്തിനു കൂടി വന്ന് തകർക്കണം? 25 വയസ്സേ ഉള്ളല്ല. ആകെ അടിയാവോ? കുഞ്ഞിന് കൂടി വന്ന് അജിത് ബ്രദർ, 25 ആ റെഫറൻസ് വയസ്സിൽ. കിട്ടിയോ? ഒരു മിനിറ്റ് അജീഷ് ബ്രോ. ഏതായാലും മെഹരീഷ് ഇപ്പൊ സമ്മതിച്ചു, കോടാലി കൊണ്ട് വെട്ടുന്നത് ഉണ്ടെന്ന് സമ്മതിച്ചു. ഇനി വായിക്കണോ? വേണ്ടല്ലോ, സമയം കളയണോ? വായിക്കേണ്ട അതൊക്കെ ഞാൻ കാര്യമില്ല. തന്ന ഹദീസല്ലേ. കാരണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇബ്രാഹിമിന്റെ പാതയിലോട്ട് മെഹരീഷ് പിന്നെ ഇടയ്ക്ക് കയറുകയാണ്. മെഹരീഷെ, താങ്കൾ തന്ന ഹദീസിൽ പിടിച്ചിരിക്കാൻ കോടാലി കൊണ്ട് പറ്റത്തില്ല. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മെഹരീഷ് അല്ലേ ഉണ്ടായിക്കോട്ടെ, ചോദിച്ചത് അങ്ങനെ ഇല്ലെന്ന്? ഉണ്ടായിക്കോട്ടെ. എന്റെ അതിലെന്താ പൊന്നണ്ണ, പ്രശ്നം? പിന്നെ അണ്ണൻ എന്താ തന്ന മെഹരീഷ് അണ്ണൻ കൊണ്ടുവന്ന തന്ന ഹദീസ് ഹദീസല്ല പോലും? ഇവിടെ. ഒരു മിനിറ്റ് ഈ ഉണ്ടായിക്കോട്ടെ. പല നമുക്കിനി നമുക്ക് അടുത്ത ഒരിക്കലും വാദത്തേക്ക് പോകാം. പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ സോൾജറെ. താങ്കൾ ഇവിടെ ഈ റൂമിൽ എന്നാ വരാൻ തുടങ്ങിയത്? അതിനു മുമ്പേ തന്നെ അജീഷ് ബദറും ഞാൻ തന്നെ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് വെട്ടി എന്നുള്ളത് താങ്കൾ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ താങ്കൾക്ക് പറഞ്ഞൊന്നുമല്ല പറയണ്ടേ. ക്യൂസ് പ്രോഗ്രാമിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ക്യൂസ് പ്രോഗ്രാമിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചോദ്യമായിട്ട് ചോദിച്ചു. 30 സെക്കൻഡ് വരുമോ? 30 സെക്കൻഡ് വരുമോ? ഇല്ല, വരില്ല. അപ്പൊ മഹരീഷ 80-ാമത്തെ വയസ്സ് വരെ വെയിറ്റ് ചെയ്യണേ. ഒരു 30 സെക്കൻഡ് വരുമോ ബോസേ? പറയൂ മഹരീഷ, പറയൂ. അപ്പോ നബി പറയുന്നുണ്ട്, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട, ബുഖാരി ഹദീസിൽ പറയുന്നുണ്ട്, ശുദ്ധ പ്രകൃതിയിൽപ്പെട്ടതാണ് നഖം മുറിക്കല്, അഗ്രചർമ്മം ഛേദിക്കല്, കക്ഷം മുറിക്കല്. അത് മഹർഷ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച ഈ ശുദ്ധ പ്രകൃതി എന്താണെന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമോ? ഈ ശുദ്ധ പ്രകൃതി എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അജീഷിന് ഇപ്പൊ ആകെ തളർന്നു. അജീഷിനെ വാക്കുകൊണ്ട് ആകെ ടെൻഷൻ. അല്ലല്ല, ഇത് പറ നിങ്ങളിപ്പോ ശുദ്ധ പ്രകൃതി പെട്ടതാണെന്ന് പറഞ്ഞു. നഖം മുറിക്കലോ അറ്റം മുറിക്കലോ. ബിജു ബ്രദറെ ഒരു മിനിറ്റ്. അപ്പൊ ഈ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് മുഹമ്മദിന് ഈ വഹി ഇറങ്ങി, ഈ മഹാഭാവിയായ മുഹമ്മദിന് വഹി ഇറങ്ങുന്ന സമയത്താണല്ലോ ശുദ്ധ പ്രകൃതിയെ പറ്റി വന്നത്. അതിപ്പോ ഈ വഹി ഇറങ്ങുന്ന പ്രവാചകനാകുന്നതിന് മുമ്പ് പുള്ളിയുടെ ശരീരവും മാനസികാവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രാന്തരെ പോലെ എല്ലാവരും നടന്നോണ്ടിരുന്നേ. അത് നോക്കേണ്ട ആവശ്യമില്ല. പ്രവാചകനായ ശേഷം അതെന്തേ? മുഹമ്മദ് പറഞ്ഞു, പ്രകൃതിപരമായ പ്രകൃതിപരമായ കാര്യങ്ങൾ ശുദ്ധ പ്രകൃതി 5 ഒന്ന് ചേലാകർമ്മം, 2 അത് ഞാനിതിനു മുമ്പ് ചെയ്തിട്ടില്ല. 40 വയസ്സിന് അതിന് ഈ പുള്ളി ചേലാകർമ്മം ചെയ്തതിന്റെ ഒരു തെളിവ് മുഹമ്മദ് ചേലാകർമ്മം ചെയ്തു.
അങ്ങനെയാണെങ്കിൽ മോശസ് ചേലാകർമ്മം ചെയ്തതിന് തെളിവുതാ മോശസ്. അല്ല ആ അല്ല അല്ല ഇതാണ് അജീഷ് ചോദ്യത്തെ ബ്രദറെ, എനിക്ക് അതിലൊരു ഡൗട്ടുണ്ട്. ഉം. ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത്, പ്രകൃതിയിൽ നിന്നും മാറ്റം വരാത്തത്. അപ്പോൾ നഗര് വന്ന് മുറിച്ച് കളയുമ്പോൾ അത് നിങ്ങൾ ആ പ്രകൃതിയെ മാറ്റുകയല്ലേ? അപ്പോൾ അതിന് ശുദ്ധ പ്രകൃതി എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത്? ഇറ്റ്സ് അഗൈൻസ്റ്റ് പ്രകൃതി, ഞാൻ ഇത് പറഞ്ഞ പ്രകൃതിക്ക് എതിരല്ലേ? ബോസ ഞാൻ പറഞ്ഞുതരാം. ശുദ്ധ പ്രകൃതി എന്ന് വെച്ചാൽ അത് മുറിച്ച് ആ കളയല്ല, അഗ്രചർമ്മം ഒന്ന് ചെറുതായിട്ട് നീക്കം ചെയ്തിട്ട് അവിടുത്തെ ശുദ്ധീകരിക്കാണ്. ഇപ്പൊ നിങ്ങളതൊക്കെ വളരെ വൃത്തികേടായി കിടക്കാണ്. അഗ്രചർമ്മം അവിടെ ചെറുത ശുദ്ധീകരിക്കാൻ കഴിയില്ല. അവിടെ എങ്ങനെ അതെ എവിടെ തേച്ച് ശു- ചീറ്റിയിട്ട് അല്ല 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 ഒരു അല്ല അതാണോ നിങ്ങള് പ്രകൃതി? വൃത്തികേട്. നിക്ക് ഒരു മിനിറ്റ് അതാണോ ശുദ്ധ പ്രകൃതി? ഒരു മിനിറ്റ് മെഹറീഷ്, ഞങ്ങളുടെ ഇത് അശുദ്ധമായി കിടക്കുകയാണെന്ന് മെഹറീഷിനോട് ആരാ പറഞ്ഞു? ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഞാൻ കഴുകാറുള്ള വ്യക്തിയാണ്. അതിപ്പോ പിന്നെ എങ്ങനെയാണ് അശുദ്ധമായിട്ട് വരുന്നത്? അതെ, കഴുകിയിട്ട് കാര്യമില്ല. കഴുകിയ പിന്നെ ശേഷം എന്ത് ചെയ്യണം? അതിനുള്ളിൽ അവശേഷിക്കും. കല്ലിട്ട് അവിടെ കൂട് ഉരച്ചുകൊണ്ടിരിക്കണം. പോലെയാണിത്. കല്ലിട്ട് ഞങ്ങളുടെ ഉരച്ചുകൊണ്ടിരിക്കണം. പ്ലെയിൻ ആണ്. ഞങ്ങളുടെ ഒരു വടി പോലെയാണ്, ക്ലീൻ ആണ്, എപ്പോഴും ക്ലീൻ ആണ്. നിങ്ങളുടെ ഒരു കൂടാണ്. ആ കൂടിന്റെ ഉള്ളിൽ എപ്പോഴും വെള്ളത്തിൽ മുക്കി വെക്കണം, എന്നാലേ അത് ക്ലിയർ ആവും. പിന്നെ മനസ്സിലായോ? ഇതെന്താ അല്ല ചിക്കാൻ വേണ്ടി മീനല്ലേ വെള്ളത്തിൽ പറഞ്ഞല്ല. മുക്കി പിടിച്ചോണ്ട് നടക്കാൻ? ഇത് അതിന്റെ ആവശ്യമില്ലാതെ നിങ്ങൾ പിന്നെന്താ ഈ ശുദ്ധീകരണം കഴിയുമ്പോഴത്തേന് പിന്നെ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ കല്ലിട്ട് ഉരച്ച് ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. അതല്ല നിങ്ങൾ അജീഷേട്ട നിങ്ങൾ കേൾക്കേണ്ടത്. യേശു ഔട്ട് ഓഫ് മുറിച്ച പോലെ ടോപ്പിക്, നിങ്ങൾ മുറിക്കുന്നുണ്ടോ? ഔട്ട് ഓഫ് യേശു ടോപ്പിക് മുറിച്ചത് പോലെ നിങ്ങൾ മുറിക്കുന്നുണ്ടോ? യേശു ഔട്ട് ഓഫ് പരിച്ഛേദന ടോപ്പിക്. ചെയ്തില്ലേ? നിങ്ങൾ പരിച്ഛേദന അല്ല ചെയ്തല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം സഫർ കോടാലി ഇനി കൊണ്ട് മൈക്ക് എടുത്തു കഴിഞ്ഞാൽ താഴെ പോകും, വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലീസ്. നിങ്ങള് കോടാലിയും കൊണ്ട് വെട്ടിമുറിച്ചാണ് അജീഷേട്ടാ നിങ്ങള് ഇനി വൃത്തിയോടെ നടക്കണമെങ്കിലേ മെഗറീഷ് ഇതില് ഞങ്ങൾക്ക് വൃത്തിയുണ്ടെന്നേ. ഇപ്പൊ തന്നെ നിങ്ങളെ അജീഷേട്ടൻ അല്ല ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെക്കാളും വൃത്തിയുണ്ട് ഞങ്ങൾക്ക്. അത് നിങ്ങൾക്ക് അല്ല അറിയാൻ നിങ്ങൾ ഒരിക്കലും അജീഷേട്ടാ അല്ല യേശു താങ്കൾ മുറിച്ച പോലെ അജീഷേട്ടാ തോന്നുന്ന കള്ള് നിങ്ങൾ കുടിക്കണ്ടേ? യേശു അജീഷേട്ടാ ചെയ്ത അവിടെ നിൽക്കട്ടെന്നേ സബറ. അജീഷേട്ടാ മുഹമ്മദ് ചെയ്തതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അജീഷേട്ടാ വൃത്തിയുടെ കാര്യത്തില് ഇസ്ലാമിനോളം ഒരു മതവും വരില്ല. കാരണം 5 നേരം നിർബന്ധമായിട്ട് ശുദ്ധിയാവണം. കാല്, കൈ, ആ ശരി, മുഖം, നാക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ നിങ്ങൾ ദ്വാരങ്ങളും നിസ്കരിക്കുന്ന ക്ലീൻ സമയത്ത് ആക്കണത് അല്ല നിർബന്ധമുള്ള ആ കാര്യമാണ്. ശരി, എല്ലാ ദ്വാരം ക്ലീൻ ചെയ്യാൻ നിസ്കരിക്കുന്ന സമയത്ത് കീഴ്വായു പോയാൽ എവിടെ ശുചിയാക്കേണ്ടതെന്നൊന്ന് പറഞ്ഞേ. നിസ്കരിക്കുന്ന സമയത്ത് കീഴ്വായി പോയ ആ നിസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞാൽ അത് ആ നിസ്കാരം തെറ്റായി. ഇനി വീണ്ടും തെറ്റായി. ചെയ്ത് അന്നേരം മുഴുവൻ ശരി, ആ വുളു വൃത്തികരിച്ച് പോകണം. ചെയ്യുമ്പോഴത്തേന് എവിടെ വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞേ. ഉളു ചെയ്യുമ്പോ ആദ്യം മുൻകൈ കൈ ആ മുഴുവൻ കഴുകും, ആ അതിനുശേഷം മുഖം മുഴുവൻ കഴുകും, ആ മൂക്കില് വെള്ളം കുപ്പിളിക്കും, വായിൽ വെള്ളം ആ കുപ്പിളിക്കും, എല്ലാ ആ ദ്വാരങ്ങളിലും കൈകാല് ആ. കഴുകും. അല്ല ഇതൊക്കെ കീഴ്വായു നിർബന്ധമുള്ള ശരി, കാര്യമാണ്. ഓക്കെ. കീഴ്വായു പോയ ഇത് വഴിയാ? കീഴ്വായി പോയാൽ അത് ഉളു മുറിഞ്ഞു, അപ്പൊ വീണ്ടും ഉളു എടുക്കണം. അതെ, വുളു എടുക്കണം. കീഴ്വായു പോയ സ്ഥലത്ത് കഴുകുന്നുണ്ടോ നിങ്ങള്? കീഴ്വായി പോയ സ്ഥലത്ത് നിന്നെ കഴുകുന്നത് അവിടെ അവിടെ എന്തെങ്കിലും ദ്രാവകമോ അതിന്റെ അതിന്റെ മനുഷ്യ വിരൽ വെച്ച് അടച്ചു പിടിക്കണോ കീഴ്വായി പോവാതെ കൈ കഴുകാൻ പോകുന്നേ? അത് അങ്ങനെ അടച്ചു പിടിച്ചിട്ട് കാര്യമില്ല, ഉളു പോയി. അപ്പോഴത്തേക്ക് അല്ല അല്ല അതിലൂടെ എന്തെങ്കിലും ദ്രാവകം മെഹരീഷ് വന്നു കഴിഞ്ഞാൽ അല്ല അത് മെഹരീഷ് മുഴുവനായി മെഹരീഷ് കഴുകണം. ഒരു സംശയം മെഹരീഷ്, ഒരു സംശയം. ഈ കീഴ്വായി പോയ സ്ഥലത്ത് കഴുകാതെ കീഴ്വായി പോയതുകൊണ്ട് കൈയും കാലം കഴിയിട്ട് എന്താ പ്രയോജനം? അതാ ഞാൻ അതാണ് ചോദിച്ചു, അടച്ചു പറയുന്നത്. പിടിക്കണോന്ന്. കീഴ്വായി പോയ സ്ഥലത്ത് കൈ എന്തെങ്കിലും അടച്ചു പിടിച്ചിട്ട് കൈ ദ്രാവകം പോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ലോജിക്ക് കഴുകണം. എന്താണ്? അല്ല അതല്ല, ഞാനൊന്ന് പിന്നെ പറഞ്ഞോട്ടെ, അല്ല ഈ പറഞ്ഞോട്ടെ ദ്രാവകം അജീഷേട്ടാ. അല്ല അഹങ്കാരിയായ മെഹരീഷ് പ്ലീസ്, അജീഷേട്ടാ ഒന്ന് അല്ല വെയിറ്റ് ചെയ്യൂ. മെഹരീഷ് പ്ലീസ്, മെഹരീഷ് അറിയാനായിട്ടാ പ്ലീസ്. അപ്പോ കീഴ്വായി പോകുന്നു, അപ്പോഴേ നിങ്ങൾ അവിടുന്ന് നിസ്കരിച്ച സ്ഥലത്ത് ഏറ്റു വന്നിട്ട് കൈയും കാലും കഴുകുന്നു, ചെവി കഴുകുന്നു. പക്ഷെ കീഴ്വായി പോയ സ്ഥലം കഴുകുന്നില്ല. അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണ്? എന്തുകൊണ്ടാണ് ഈ കീഴ്വായി പോകുമ്പോൾ നിങ്ങൾ കൈയും കാലും കഴുകാനുള്ള കാരണം എന്താ എന്ന് പറയോ? അതാണ് പറയുന്നത്. ഉളു എന്ന് പറഞ്ഞാൽ കൈയും കാലും മാത്രല്ല, അതിൽ കൈ, കാല്, മുൻകൈ, മുഖം, പിന്നെ അതുപോലെ ചെവിയുടെ തന്നെ പുറകുവശം, ചെവിയുടെ ഇത് എന്താ ചെവിയുടെ അകം, തലയുടെ ചെവിയുടെ അരികുവശം, അകം, ചെവിയുടെ അകം, പുറകുവശം, പുറം മൂക്കിന്റെ എന്ന് ഉള്ളിൽ, വേണ്ട. വായന്റെ ഉള്ളിൽ, ഇതൊക്കെയാണ് കാണപ്പെടുന്ന അവയവങ്ങള്. നമ്മളൊരു വ്യക്തി ഒരു പാന്റ് ഷർട്ട് ഇട്ട് അപ്പൊ കഴിഞ്ഞാൽ ഈ ബാക്കി കാണപ്പെടുന്ന കാണപ്പെടാത്ത അവയവങ്ങളാണ്. അവയവത്തിൽ കൂടെ കീഴ്വായു പോയാൽ എന്ത് ചെയ്യണമെന്നാണ് എന്റെ അല്ല ചോദ്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ അജീഷേട്ടാ, കാണപ്പെടുന്ന അവയവങ്ങളല്ല. പെട്ടെന്ന് ഒരു മനുഷ്യന് പെട്ടെന്ന് ചെളി പുരളാൻ, പൊടി പടരാൻ കാരണക്കാരായ മുഖം, മുൻകൈ, കാല്, മൂക്കിന്റെ ഓട്ട, പക്ഷെ ചെവിന്റെ ഓട്ട, കീഴ്വായി പോകുമ്പോ വായന്റെ ചെളിയാണോ ഓട്ട, ആവുന്നേ ഇതിലൊക്കെ മഹർഷി? ഇതിലൊക്കെ അല്ല, ഈ പൊടിപടലങ്ങൾ അഗ്രചർമ്മത്തിന് എങ്ങനെ ചെളി വരുന്നത്? എന്തുവാ ഈ ഈ പറയുന്നത്? അഗ്രചർമ്മത്തിന് എങ്ങനെ ചെളി വരുന്നത്? ഒരു മിനിറ്റ് ബറൂസ ഒരു മിനിറ്റ്. മേരിച്ച് ഈ അഗ്രചർമ്മത്തിന് മെഹരീഷ് എങ്ങനെ ചെളി വരുന്നത്? ഒന്ന് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. മെഹരീഷ് അല്ല ചോദ്യം കേൾക്കൂ. മെഹരീഷ് പ്ലീസ് ചോദ്യം കേൾക്കൂ. താങ്കൾ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ ഇത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീഴ്വായി പോയാൽ അത് വീണ്ടും നിങ്ങൾ ആദ്യം പോലെ ചെയ്യണം. ഹുദ് ചെയ്യണം, കൈ കഴുകണം, കാല് കഴുകണം, ചെവിയുടെ പുറം കഴുകണം, വായ്ക്കകത്ത് വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കീഴ്വായി പോകുമ്പോൾ നിങ്ങൾ ആദ്യം ശുദ്ധി ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പോയി ആ കീഴ്വായി പോയത് കൊണ്ട് ഈ ശുദ്ധി ചെയ്ത സ്ഥലത്ത് മുഴുവൻ എങ്ങനെയാണ് ചെളി പറ്റുക?
എങ്ങനെയാണ് പൊടി പറ്റുക? എന്തിനാണ് നിങ്ങൾ കീഴ്വായി പോയത് കൊണ്ട് ഈ ആദ്യം കഴുകിയ ഭാഗം വീണ്ടും കഴുകാനുള്ള കാരണം എന്താണ്? റീസൺ ഉണ്ടോ? അതാ ചോദ്യം. അതാണ് പറയുന്നത്. നിങ്ങൾ അത് അല്ല മനസ്സിലാക്കുന്ന രൂപം വേറെയാണ്. കീഴ്വായു പോയ സ്ഥലത്ത് കീഴ്വാഴ് ഇവര് പോയാൽ അത് കഴുകുന്നില്ലല്ലോ. അശുദ്ധിയായിട്ടാണ്. കീഴ്വാഴ് പോയാൽ അതൊരു അശുദ്ധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദ്രാവകം ഒന്നും വന്നിട്ട് കീഴ്വായു മാത്രമേ അവിടെ പ്രശ്നമില്ല. പക്ഷെ അവിടെ ഒന്നും നഷ്ടപ്പെടും. അത് വീണ്ടും എന്ത് ചെയ്യണം? മുഖവും മുൻകൈയും മൂക്കും ചെവിയും എല്ലാം കഴുകണം. എന്നാലേ അത് ശരിയാവും. അതെന്തുകൊണ്ടാ മെഹറീഷ് അതെങ്ങനെയാന്നൊന്ന് പറഞ്ഞതാ മനുഷ്യ. മെഹറീഷ് ഈ കീഴ്വാതു പോയത് അതെങ്ങനെയാന്ന് മൂക്കിന്റെ വെച്ചാൽ അല്ല അതിനപ്പോ നമ്മുടെ കീഴ്വായു പോയത് മൂക്കിലെ തൊളയിൽ കൂടെയും ചെവിയിലെ തൊളയിൽ കൂടെയും കണ്ണിലെ തൊളയിൽ കൂടെ ഒന്നും അല്ലല്ലോ പോയത്, കീഴിൽ കൂടെ അല്ലേ പോയത്. അന്നേരം ഇപ്പൊ അവിടെ അല്ലേ വൃത്തിയാക്കേണ്ടത്. അവിടെ വൃത്തിയാക്കാതെ പിന്നെ ഈ തലഭാഗം മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് എന്നാ കാര്യം? പോയ സ്ഥലമല്ലേ അപ്പൊ സുഹൃത്തെ അടയ്ക്കേണ്ടത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതാ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഗുഹ്യസ്ഥാനം നമ്മൾ തൊട്ടാൽ അവിടെ ഒതു മുറിഞ്ഞി. അപ്പൊ അതോ അങ്ങനെ പലതും ഉണ്ട് ഒതു മുറിയാനുള്ള കാര്യങ്ങൾ. ഈ അപ്പൊ വിഷയം ഒന്ന് വിടാവോ? ഇത് ഒരുമാതിരി വളരെ അല്ല സിമ്പിളായിട്ട് നിങ്ങൾ ഇതൊക്കെ വന്നിരിക്കാം. കേട്ട് മനസ്സിലാക്കണം. ചുരുക്കി അല്ല പറഞ്ഞാല് നിങ്ങൾ ചിരിച്ചോളൂ, അത് ചിരിച്ചോളൂ. പക്ഷെ ചിരിപ്പിക്കാനല്ല. ഭയങ്കരമായിട്ട് കേട്ട് അജീഷേട്ടാ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അല്ല അല്ല കീഴ്വായു ഞാനൊന്ന് അജീഷ് അല്ല അജീഷ് ഞാനൊന്ന് ഈ അജീഷ് പറയട്ടെ, അതിന്റെ ഉത്തരം വായു ഞാൻ ഇത് പറയാം. കൺക്ലൂഡ് അല്ല ചെയ്യാം. നിങ്ങളെ അല്ല ബ്രദറെ അതിന് മറുപടി ഉണ്ട്, അതിന് മറുപടി ഉണ്ട്. ഒരു മിനിറ്റ് അജീഷ് ഒരു ബ്രദറെ, അത് മിനിറ്റ് സംഭവം എന്താണെന്നറിയാമോ? കുളു മുറിയുമ്പോ അവര് ഇങ്ങനെ കീഴ്വായി പോകുമ്പോഴേ അവര് ഉള്ളിലോട്ട് വലിച്ചിട്ട് വാക്കിയകത്തൂടെ വിടുന്നത്. അതുകൊണ്ടാണ് വാ കഴുകുന്നത് പോയിട്ട്. ചിരിച്ചോളൂ, ചിരിച്ചോളൂ. ഇതൊന്നും ഇവിടെ ഏൽക്കത്തില്ല. നിങ്ങളിപ്പോ ചിരിച്ചിട്ടൊന്നും ഇവിടെ ഒന്നും ഏൽക്കൂല. പിന്നെ വേറെ അല്ല അപ്പൊ അല്ല, അല്ല ആസാൻ അല്ല ഇതുപോലെ കുറെ നേരം മേർഷ ഒരു ഒന്ന് സംശയം ചോദിച്ചോട്ടെ. ഈ ചിരിച്ചായിരുന്നല്ലോ. കീഴ്വായു പോയാൽ മേർഷയോട് അന്നേരം പുറയിൽ ഞാൻ പറഞ്ഞു, നിസ്കരിക്കാൻ മേർഷ നിൽക്കുന്നവരാണോ ഇങ്ങനെ ഉള്ളു മുറിയുന്നത്, അതോ ചിരിക്കാനാണെങ്കിൽ കുറച്ച് കീഴ്വായു കഴിയുമ്പോ സാറ് പോയാലാണോ? കരയുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് അപ്പൊ സാറ് എന്ത് ഇവിടെ വന്ന് ചിരിക്കാം. എനിക്ക് അല്ല നിങ്ങളെ ചിരിക്കുന്നതിന്റെ അല്ല കാര്യം വേണ്ടേ? അതാ പറഞ്ഞു ശുദ്ധി. അല്ല മെഹരീഷ്, ഞാൻ 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 അടുത്ത് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ മെഹരീഷ് അവിടെ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നല്ല അടിപൊളി ഒരു കീഴ്വായി വിടുന്നു. മെഹരീഷിന് കീഴ്വായി പുറകിക്കിടാ പോയത്. അപ്പൊ മെഹരീഷിന്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആള് ഇത് ശ്വസിച്ച് ഈ മണമൊക്കെ അടിച്ച് നിൽക്കുന്നവൻ അവൻ പോയി കഴുകണോ? അതെയോ ഈ വാട്ടുകപ്പയും ഉണക്കമീനും തിന്നിട്ട് വിടുന്ന അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അല്ല അത് പണ്ട് വേണോ? അല്ല കാലത്ത് ഇതിന് മാത്രം മെഹരീഷ് ഡ്രസ്സൊന്നും പ്ലീസ്. ഇല്ലായിരുന്നല്ലോ. അല്ല മെഹരീഷെ പണ്ട് കാലത്ത് ഇന്നത്തെ പ്ലീസ്. മാതിരി അടിവസ്ത്രം അതിനു മുകളിൽ വസ്ത്രമൊന്നും അല്ല ഇല്ലായിരുന്നല്ലോ. പിന്നെ വേറൊരു അപ്പോ കാര്യമുണ്ട്. അന്നത്തെ അതുകൊണ്ട് കാലത്ത് ഈ ചോദിച്ചതാ. കീഴ്വായു പോയപ്പോഴത്തേന് ആരും അറിഞ്ഞില്ല. കാരണം മുഹമ്മദ് അടുത്ത് നിൽക്കുന്നോണ്ട് പുള്ളി വിയർത്ത് കഴിഞ്ഞാലുവേ ഈ ശ്വാസം പിടിച്ചു നിൽക്കുമല്ലോ ഈ മണം കാരണം. അതിപ്പോ അങ്ങോട്ട് ശരീരം വിയർക്കുമ്പോൾ സുഗന്ധം പുറത്തേക്ക് വരുന്നോണ്ട് ബാക്കിയുള്ളവർ ചിലപ്പോൾ ഇത് അറിഞ്ഞു കാണത്തില്ല ഇത്രയും വലിയ മണമാണെന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ വല്ല വാട്ടുകപ്പയും ഉണക്കമീനും തിന്നിട്ടെങ്ങാനും വിട്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുഹമ്മദ് അല്ല എല്ലാം തെറിച്ചു ഓടുന്നു. കഴിഞ്ഞോ ഇപ്പൊ നിങ്ങളെ സത്യത്തില് അജീഷെ, അല്ല സത്യത്തിൽ ഇപ്പൊ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഈ ഒരുത്തൻ കീഴ്വായി വിട്ട് കഴിഞ്ഞാല് ആ വിട്ടവന് ഒരു കുഴപ്പമില്ല. അവിടെ ആ ബസ്സിനോട് അകത്തുള്ള എല്ലാവർക്കുമാണ് പ്രശ്നം. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിസ്കരിക്കുന്ന ഒരുത്തൻ കീഴ്വായി വിട്ടാൽ അവൻ എന്താണ് കുഴപ്പം? അവന്റെ പുറകെ കീഴ്വായി പോയി. പക്ഷെ ഈ കീഴ്വായി ശ്വസിച്ച് മൂക്കും അടച്ചു പിടിച്ച ചെവി അടച്ചു പിടിച്ച് നിൽക്കുന്ന പുറകിൽ നിൽക്കുന്നവനല്ലേ പ്രശ്നം. അപ്പൊ അവനല്ലേ പോയി കഴുകേണ്ടത്. അതാണ് മെഹരീഷ് എന്ത് നിങ്ങൾ പറയുന്നു? ലോജിക്ക് വെച്ച് നോക്കുമ്പോ ആണോ? മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണോ? പ്രശ്നം. നിങ്ങളിത് കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എപ്പോഴും ശുദ്ധിയായി 5 നേരം നിർബന്ധ ശുദ്ധിയോടെ നടക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. അല്ല ഇബ്രാഹിമിന്റെ ഇവിടെ പാത ശുദ്ധി പിന്തുടരുന്നവരാണ് കാണുന്നില്ലല്ലോ അല്ല മുസ്ലിങ്ങൾ. മാഷേ. അല്ല ഇവിടെ മെഹരീഷ് ശുദ്ധി പരിച്ഛേദന കാണുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. പരിച്ഛേദനകൾ മുസ്ലിങ്ങൾ. മെഹരീഷ് പ്ലീസ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോവാണ്. അപ്പൊ ഒരു കാറ് വരുന്നു. കാറ് വെള്ളത്തിൽ ആടി എന്റെ മേത്ത് ചെളി തെറിച്ചു. ആ കാറ് കഴുകണോ അത് ഞാൻ കഴുകണോ? എന്താ മെഹരീഷെ പറയുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചത്, ഈ കീഴ്വായി വിട്ടവൻ അവൻ ഒരു കുഴപ്പവുമില്ല, അവൻ ഓക്കെയാണ്, അവൻ ആസ്വദിക്കും ചിലപ്പോൾ അത്. പക്ഷെ ഈ പുറകിൽ നിൽക്കുന്നവർക്കും സൈഡിൽ നിൽക്കുന്നവർക്കൊക്കെയാണ് വലിയ പ്രശ്നം. അവർ ചിലപ്പോൾ മൂക്ക് പോത്തും, ഭയങ്കര നാട്ടാണ് മൂക്ക് പോത്തും, ചിലപ്പോൾ അവിടുന്ന് മാറി നിൽക്കും. അപ്പൊ ഈ നിസ്കരിക്കാൻ വന്നതിൽ നിസ്കാരം മുറിഞ്ഞു പോയത് ഈ കീഴ്വായി വിട്ട അതിന്റെ അസ്വസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണോ? അവരുടെ ശ്രദ്ധയെല്ലാം പോയി. കേൾക്കൂ പ്ലീസ് മെഹരീഷ് കേൾക്കൂ. അവരുടെ ശ്രദ്ധ, അവരുടെ ആ എന്താ പറയുക, അത് മൊത്തം പോയി. അപ്പൊ അവരല്ലേ വീണ്ടും പോയി കഴുകി ശ്രദ്ധയായിട്ട് തിരിച്ചു വരേണ്ടത്? അതോ ഈ കീഴ്വായി വിട്ടവനാണോ? അതാണ് പറയൂ മെഹരീഷ്. പറയുന്നത്. കീഴ്വായി വിട്ടവനല്ലേ ചെയ്യേണ്ടത്. അത് ഒരു സ്മെല്ല് കേട്ടാൽ ഒതു മുറിയുന്ന എവിടെയില്ല. അപ്പൊ ഒരു കൂട്ടർ നിസ്കരിക്കുകയാണ്, അതിന്റെ മുമ്പ് കൂടെ ഒരു ഡ്രൈനേജിന്റെ വണ്ടി പോയാൽ അപ്പൊ എല്ലാരും ഒതു പോയോ? അപ്പൊ നിങ്ങളെ ചോദ്യങ്ങൾ തന്നെ ബാലിശാണ്. ഒരു അപ്പൊ അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ. കീഴ്വായി വിട്ടവൻ ആസനമല്ലേ കഴുകണ്ടേ മഹർഷേ? അവന്റെ ആസനത്തിൽ കയ്യേലും അവിടെ അവനെ വൃത്തികേട്. ഒരു വായുവല്ലേ പോയത്, ദ്രാവകമല്ലല്ലോ. അപ്പൊ ആ വായു പോകുമ്പോ അവന്റെ കൈ അല്ല വൃത്തികേടാവുന്ന എങ്ങനെയാ? അവന്റെ മൂക്ക് വൃത്തികേടാവുന്ന എങ്ങനെയാ? ഒരു മിനിറ്റ് ഈ ദ്രാവകം ആ പോയിട്ടുണ്ടോന്ന് എങ്ങനെയാണ് ഉസ്താക്കന്മാര് നോക്കൂ? തപ്പി നോക്കും. ദ്രാവകം പോയിട്ടുണ്ടെന്ന് അവൻ തന്നെ അവന്റെ കാര്യം അവൻ നോക്കുക. അവന് ഒന്നുണ്ടോന്ന് അവനാ തീരുമാനിക്കല്. ചിലവര് ഇപ്പൊ കീഴ്വായി വിട്ടാലും അറിയാതെ നിന്നാൽ അത് അവനും ദൈവവും പാടാണ് അതിന്റെ അകത്ത്. എങ്ങനെ പുസ്തകന്മാരെന്തിനാ നോക്കുന്നത്? ദൈവം പറയൂടാ വളി പോയപ്പോഴത്തേനും നിന്റെ വെള്ളം പോയിട്ടുണ്ടെന്ന്.
അതൊക്കെയാണ് നിങ്ങളെ ഭാഷ. നിങ്ങളെ ഭാഷയുടെ രസം. ചിരിപ്പിക്കല്ലേ മെഹറിഷ, അപ്പൊ പ്ലീസ് ഒരു പ്ലീസ് മിനിറ്റ് ചിരിപ്പിക്കല്ലേ. നമുക്ക് മെഹറിഷെ ഈ വിഷയം അങ്ങ് വിടാം. എന്റെ പൊന്നുണ്ടാവുന്ന വിട്ടേ ഈ ബറു വിഷയം. സാർ അപ്പൊ അല്ല ഒരു മിനിറ്റ് ഒരുമാതിരി ഒരു മിനിറ്റ് കീഴ്വായി ഹദീസുമായിട്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് മെഹറിഷ പറഞ്ഞേ. ഒരു മെഹറിഷ് ഇപ്പൊ 30 പറഞ്ഞത് സെക്കൻഡ് അത് തരുമോ? 30 സെക്കൻഡ് സോൾഡറെ 30 സെക്കൻഡ് അല്ല 30 മെഹറിഷ് നമുക്ക് സെക്കൻഡിൽ എന്തിനാണ് ഇവിടെ വിട്ട് നശിപ്പിക്കാനാണോ? സോൾഡറെ ഒരു ഈ 30 സെക്കൻഡ് സബ്ജക്ട് തരുമോ? പറഞ്ഞോളൂ. അതിനുശേഷം 30 നമുക്ക് സെക്കൻഡ്. സബ്ജക്ട് വിടാം, മുമ്പോട്ട് പോണേ. പറഞ്ഞു. സബ്ജക്ട് ഇവിടെ ലാസ്റ്റ് ഒരു 30 സെക്കൻഡോട് ഞാൻ നിർത്തിയാൽ ഒരു 5-6 പോയിന്റ്. സബ്ജക്റ്റിലേക്ക് വരാം. ഞാൻ ആദ്യം മെഹറിഷ് പറഞ്ഞ ആ പുറപ്പാടിൻ്റെ 4:25 ഒന്ന് വായിക്കണമെന്നുണ്ട് എനിക്ക്. ഞാൻ പറയട്ടെ 30 സെക്കൻഡ്. ഹലോ ഞാനൊരു കാര്യം പറയട്ടെ. ലീ സിസ്റ്റർ, മെഹറിഷ് ഒരു 30 സെക്കൻഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. എന്താന്ന് ഓക്കെ. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ പറയാൻ പോണത്. അല്ല ഒരു അജീഷ് ചേട്ടാ ഒരു എന്നാലും 30 സെക്കൻഡ് പറയട്ടെ മതി. മെഹറിഷ് 30 ഒന്ന് സെക്കൻഡ് കരഞ്ഞു അതിൽ തീർക്കട്ടെ. ഇടപെടല്ലേ? 30 പറഞ്ഞു സെക്കൻഡ്. മെഹറിഷ് പറഞ്ഞു. അപ്പോ ഇബ്രാഹിമിന്റെ മാർഗം പിന്തുടരുന്ന ചേലാകർമ്മം ചെയ്യുന്ന നിർബന്ധമായും 20 തവണ ഇബ്രാഹിമിന്റെ പേര് പറയുന്ന, ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് നടത്തുന്ന, ബലിപെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് നടത്തുന്ന യഥാർത്ഥ ഇബ്രാഹിമിയ സന്തതികൾ മുസ്ലിങ്ങളാണ്. അപ്പൊ ചേലാകർമ്മം ചെയ്തുകൊണ്ടുള്ള ഉപകാരങ്ങൾ മൂത്ര സംബന്ധിയായ രോഗങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ തെറ്റ്. ബാക്ടീരിയകള് ഇബ്രാഹിമിന്റെ സന്തതികളാണ് മുസ്ലിം വരില്ല. എന്നുള്ള തെറ്റ്, വളരെയധികം തെറ്റ്. അണുബാധിതക്കുള്ള സാധ്യത തീർക്കട്ടെ, കുറയുന്നു. പറഞ്ഞു തീർക്കട്ടെ. അണുബാധിതക്കുള്ള സാധ്യത കുറയുന്നു. അതിന്റെ ചുറ്റിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കൊണ്ടുള്ള രോഗങ്ങൾ ഇല്ലാതാകുന്നു. പിന്നെ ഉള്ളത് ഞാൻ വായിക്കാം, സെക്സ്പരമായിട്ടുള്ളത് കൂടുന്നു. ചിലർക്ക് അതല്ല, ഈ മുസ്ലിങ്ങൾക്ക് ആർക്കും ഈ ഒരു അണുബാധ ഉണ്ടാകുന്നില്ല അല്ലേ? മുസ്ലിങ്ങൾക്കാർക്കും. അതെ, അതാണ് അമേരിക്കയിൽ പോലും 50% മുകളിലാണ് ഈ ചേലാകർമ്മം. അമേരിക്കയുടെ അവിടെ നിക്കട്ടെ. അതാ പറയുന്നത്, ഈ ശാസ്ത്രം വളർന്നിട്ട് ഇപ്പൊ അവര് ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷം നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ചോദിച്ചതിന് മറുപടിയാണ് നല്ലത് എന്ന്. മേഘറീഷ, ഞാൻ ചോദിച്ചതിന് മറുപടിയാ. മേഘറീഷ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് മൂത്ര സംബന്ധമായ ഒരു രോഗവും വരുന്നില്ല, ശരിയല്ലേ? ഇല്ല വളരെ കുറവാണ്, വളരെ 1%. ഉണ്ടോ? ശരി. ആ 10% എങ്ങനെ സംഭവിക്കുന്നു ഇത്? 1%. അല്ല, ഇത് മൊത്തം ഇങ്ങനെ മുട്ടയില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാന്നല്ല നേരത്തെ പറഞ്ഞത്. അന്നേരം അവർക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? വെള്ളത്തിൽ മുക്കി പിടിച്ചില്ലായിരുന്നു? എന്ത് വൃത്തിയാണ്, എന്ത് ശുദ്ധാണ്. ഒരു വടി പോലെ എന്തൊരു വൃത്തി. ഹൈ, വടി പോലെ പാമ്പിനെ കൊല്ലാം, അതിനെ പറ്റൂ. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ലെന്നോ ചിലവര് പറയുന്നത്. അല്ല, നിങ്ങളുടെ ഒരു അതിൽ എന്തൊക്കെ ഉണ്ടാവും? ചളി, ചേറ്, ഇതൊക്കെ ഉണ്ടാവും ആ ഞങ്ങള് മരുഭൂമിയിൽ മുഹമ്മദ് ജീവിച്ച കണക്കല്ല ജീവിക്കുന്ന. ചെളിയും ചവറും ഒക്കെ അതിന്റെ അകത്ത് കയറി വരാൻ. വെള്ളമില്ലാത്തപ്പോഴത്തേന് കല്ലിട്ട് ഉറച്ച് ചെളി കയറ്റി കണക്ക്, ഇഷ്ടിയിട്ട് ഉറച്ച് ചെളി കയറ്റി കണക്കൊന്നും ഞങ്ങളത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന്റെ അകത്ത് ചെളിയും കല്ലും ഒന്നും കാണത്തില്ലെന്നേ. മനസ്സിലായോ? എപ്പോഴും വെള്ളത്തിൽ മുക്കി വെക്കേണ്ടി വരുമോ? ഇതെന്താ വെള്ളത്തിൽ എപ്പോഴും മുക്കി വെക്കാൻ വേണ്ടി എന്താ കുതിരാൻ വെക്കണം, വടിയല്ലേ? ഇവരെപ്പോഴും നിക്കറിന്റെ അകത്ത് ഒരു ബക്കറ്റ് വെള്ളം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അകത്ത് ഇട്ടിരിക്കുക. ഈ വരാലിനെ വെള്ളത്തിൽ ഇട്ട് വെക്കത്തില്ലേ, ചാകാതിരിക്കാൻ വേണ്ടി. അത് വിട്, അവർക്ക് നാണക്കേടില്ല. അവര് പറയുന്നതിന് നാണക്കേടില്ല. നമുക്കത് കേൾക്കുന്ന നമുക്ക് നാണക്കേടുണ്ട്. അതായത് കുട്ടിയടിക്കാൻ വേണ്ടി വരുന്നതാ. അച്ഛൻ കുഞ്ഞ വൃത്തിയുടെ കാര്യം പറയുന്നത്. വൃത്തിയുടെ വൃത്തിക്ക് എന്ത് വൃത്തിയുടെ? എന്റെ കൂട്ടുകാരെ, ഞങ്ങൾ അടുത്തൂടെ പോകുന്നവർക്ക് വാടക എടുക്കുന്നത്, മുസ്ലിം പോയിട്ട് വാടക എടുക്കുന്നു. അപ്പോഴോ എന്ത് വൃത്തിയാണെന്ന് പറയുന്നത്? പറയാതിരിക്കുന്നത് നല്ലത്. ഇവര് വൃത്തി 24 മണിക്കൂറും പറയുന്നുണ്ട്. തൂറിക്കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമില്ലാഞ്ഞപ്പോ മണ്ണിട്ട് ഉറച്ചിട്ട് നടന്ന ടീമാണ്. അല്ല, വെള്ളമില്ലാത്ത സ്ഥലത്ത് നിങ്ങള് കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, എന്റെ കൂട്ടുകാരൻ, ഈ വൃത്തി എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ അന്നേരം ഈ ചെളിയും മണ്ണും ഒന്നും ബാധകമല്ലേ? ഇതെന്ത് നിങ്ങളത് വെള്ളമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്നാ ചെയ്യും? അത് പറ. എന്റെ പൊന്നങ്ങാതി, അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മൾ അറിയുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കും. 24 മണിക്കൂറും പോത്തിനെയും അല്ലെങ്കിൽ മാടിനെയും വെട്ടി തിന്ന് ഒട്ടകത്തിനെ കഴുത്ത് മുതൽ വാല് വരെ തിന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നടക്കും. പോയപ്പോഴത്തേനാണല്ലോ അജീഷേട്ടൻ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോ അജീഷേട്ടൻ പെട്ടെന്ന് താഴെ വീണു. ഒരു പരിക്കും പറ്റാതെ ഒരു മരുഭൂമിയിലൊക്കെ വീണത്.
ആ ആ ഫ്ലൈറ്റിൽ നിന്ന് നല്ല അടിച്ച് എന്റെ ഫിറ്റ് പൊന്നെ ആയിരിക്കും, നല്ല വയറ് ആദ്യമായിട്ടാണ് ഫില്ലാണ്. അങ്ങനെങ്ങാണ് സംഭവിക്കുകയാണെങ്കിൽ കൂടെ ഉള്ളവർക്കൊന്നും പറ്റാതെ തന്നെ മരുഭൂമി വീഴണേ. ഞാൻ മാത്രമായിരിക്കല്ലേ, കാരണം മരുഭൂമിയിൽ നിങ്ങൾക്ക് വീണ് അങ്ങനല്ല. വയറ് ആ ഫുള്ളാണ്. അപ്പൊ കാര്യത്തിന് സാധിക്കാൻ വേണ്ടി വന്നു, എന്റെ പൊന്ന് സാധിച്ചു. കുഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫ്ലൈറ്റിൽ താഴെ വീഴുമ്പോഴേ വയറ് ഫുള്ളാണെങ്കിൽ എല്ലാം കഴിയും. കാരണം താഴെ എത്തിയിട്ട് തൂറാൻ പോവാണ് അതോ ഇനി നമ്മൾ പൊട്ടിച്ചേറാൻ പോവാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം ഇത് നല്ല ഉദാഹരണമാണ്. ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ നിന്ന് അവളെ വീഴുന്നവരെ നാളെ മണ്ടത്തരം. വരണ ഫ്ലൈറ്റിൽ നിന്ന് താഴെ മനുഷ്യ വീഴുന്ന ആളെങ്ങനെയാ സുഹൃത്തെ ജീവനോടെ ഇരിക്കുന്നത്? ഫ്ലൈറ്റിൽ നിന്ന് താഴെ ഫ്ലൈറ്റിൽ വീഴുന്നത് 40,000 തൂറാൻ അടി പോവാണോ മോളിൽ നോക്ക്. നിന്ന് എന്നാ ഫ്ലൈറ്റിൽ വേണ്ട, ഒന്ന് 40,000 അടി വേറൊരു മോളിൽ കഥ, നിന്ന് വേറൊരു വീണ്ടും കഥ. അജീഷേട്ടാ, അജീഷേട്ടനെ ഫ്ലൈറ്റ് വീടിന്റെ ഒരാള് മേലേക്കാണോ തട്ടിക്കൊണ്ട് പറക്കുന്നത്? ഇയാൾ എന്ത് എന്റെ ആ പൊന്ന്, ഫ്ലൈറ്റ് ഞാൻ വേണ്ട, ഞാൻ ഇറങ്ങുക. അജീഷേട്ടനെ ഒരാള് തട്ടിക്കൊണ്ടുപോയി. ഏതോ ഒരു മരുഭൂമിയിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു ഒറ്റക്ക്. അപ്പൊ അജീഷേട്ടൻ കാര്യം സാധിച്ചത് എന്ത് ചെയ്യും? എന്റെ പൊന്നിഷ്ടം അന്നേരം അവിടെ നിന്ന് രക്ഷപ്പെടാനാ നോക്കണേ. അന്നേരം ആ അപ്പിയിടാൻ മുട്ടി കഴിഞ്ഞാൽ അപ്പി അങ്ങ് പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ വന്നിട്ട് കഴിയാൽ മതി. പത്രം കൊണ്ട് അതുവരെ തുറക്കുകയുള്ളൂ ആളുകൾക്ക് വേണേ, ഇച്ചിരി അല്ലാതെ മണ്ണ് ദുർഗന്ധം വെച്ച് അനുഭവിച്ചു പൊത്തുവോ? കഴിച്ച് കുഴപ്പമൊന്നുമില്ല. നിക്ക് തുണി വെച്ച് മാറിക്കോട്ടെ. തുറക്കുകയുള്ളൂ, അല്ലാതെ മണ്ണ് ബറോസ് വെച്ച് പൊത്തുമല്ല. എന്റെ പൊന്നാണ്. ബറോസ് ഐ വാണ്ട് ടു സേ നമുക്ക് ഈ സംതിങ്. വിഷയം വിടാം. എന്റെ പൊന്നെ, ഒരു നമുക്ക് ഈ കീഴ്വായ വിഷയം ഹദീസും വിടാം. ഉണ്ട്, ഒരു ഒന്ന് തുടച്ചിൽ നമുക്ക് ഹദീസും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. അത് മഹേഷ്, അത് ഒരു സെക്കൻഡ്. മഹേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒന്നും പറയാനില്ലെങ്കിൽ പുട്ടി അടിച്ച് നികത്താൻ വേണ്ടി നോക്കുന്നതാ. ഇവർ ഈ പറയുന്ന മഹേഷ് എത്ര പ്രാവശ്യം മഹേഷ് ഞാൻ കുളിക്കും ഇറങ്ങുവാണേ. കൂട്ടുകാരാ? ആ നില്ല് ഇറങ്ങണ്ട. ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ബ്രദറെ. എത്ര പ്രാവശ്യം ഇത് ചെയ്യും? നിങ്ങൾ കുളിക്കും, എത്ര പ്രാവശ്യം കുളിക്കും? അച്ഛൻ കുഞ്ഞുസാറെ മഹരീഷ് ഇന്ന് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. അതായത് അവർക്ക് ഓക്കെ. പ്രമാണം ഇല്ല എന്നാ പറഞ്ഞത്. അതായത് അവർക്ക് ഖുറാനിലോ ഹദീസിലോ നിങ്ങൾ ഈ കാരണം കൊണ്ട് നിങ്ങൾ ചേലാകർമ്മം ചെയ്യണമെന്ന് അവർക്കൊരു പ്രമാണമില്ല. എങ്ങനെ ചെയ്യണം എന്ന് പ്രമാണം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാവും സഹോദരി, എന്തുകൊണ്ട് ഉണ്ടാവും ചെയ്യണമെന്നില്ല എന്ന് മഹരീഷ് പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ പ്രമാണം രണ്ട് ഉണ്ടാവും. കാര്യങ്ങളാണ് എനിക്കറിയാത്തോണ്ട് വെക്കാൻ. ഉണ്ടാവില്ല. അല്ല, ഉണ്ടെങ്കിൽ അത് മഹരീഷ് കൊണ്ടുവന്നിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി മെറിഷ്. ആ അതുവരെ മെറിഷ് അതെ, മിണ്ടാതിരിക്കും. അപ്പൊ സിസ്റ്റർ പറയട്ടെ. ഞാനിവിടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നബി ഞാൻ നബി രണ്ട് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കാര്യം. അല്ല, മെറിഷിനോട് ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് മെറിഷ് ഇവിടെ പറയാൻ മിണ്ടാതിരിക്കൂ. ആഗ്രഹിക്കുന്നത്. നബി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മെറിഷ് ഇനി ചോടേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾ ചിരിച്ചേ ഉള്ളൂ. അത് നബിയുടെ വേണ്ട, മാതൃക മെറിഷ് വേണം, കുറച്ചു നേരം നബിയുടെ മിണ്ടാതിരിക്കും മാതൃക പ്ലീസ്. വേണോ? മാതൃകകൾ ഞങ്ങൾക്കറിയാം. 5 വയസ്സും 10 മാസം ഉള്ളപ്പോൾ ഓക്കെ, ഐഷയെ കെട്ടിയതും 9 ഞാൻ വയസ്സുള്ളപ്പോൾ വീട് കൂടിയതെല്ലാം ഞങ്ങൾക്കറിയാം. സോ അത് ആ നമ്മൾ മാതൃകയിലേക്ക് അങ്ങോട്ട് പോവാതെ ഇപ്പൊ പോകണ്ട. ഞാനിവിടെ ഒരു മ്യൂട്ടിതിരിക്കും. നല്ലൊരു റീസൺ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വുദു എടുത്തുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കാൻ പോകണം. അപ്പോൾ സോൾജിയ ബ്രദർ ഒരു നല്ലൊരു ചോദ്യം ചോദിച്ചു. വുദു എടുത്തുകൊണ്ട് ഇവർ നിസ്കരിക്കാൻ പോകുമ്പോൾ അവർ കീഴ്ശ്വാസം പോയി, അവരുടെ വുദു ബാത്തുലായി എന്ന് പറഞ്ഞാൽ അവർ മുറിക്കപ്പെട്ടു, വുദു മുറിഞ്ഞു. അപ്പോൾ ഇവരുടനെ പുറത്തേക്ക് പോയി വീണ്ടും കൈയും മുഖവും കഴുകിയിട്ട് വരണം. അതായത് ആ വൃത്തികേടായ ഭാഗത്തിനെ ഒന്നും തൊടാതെ കൈയും മുഖവും വീണ്ടും ചെവി ഭാഗങ്ങളുമൊക്കെ കഴുകിയിട്ട് വരുന്നത് വലിയ വൃത്തിയായിട്ടാണ് ഇദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന ബാക്കി സഹോദരന്മാരോട് പറയുകയാണ്, ഈ ഖുറാൻ ഹദീസുകളിൽ പലയിടത്തും കാണാം ഈ ഇബ്ലീസ് വളി വിട്ടുകൊണ്ട്, അതായത് ആസാൻ പ്രയർ കോൾ കേൾക്കുമ്പോൾ ഇബ്ലീസ് ഉറക്കെ ആസാൻ്റെ അത്രയും ശബ്ദത്തിൽ ഉറക്കെ വളി വിട്ടുകൊണ്ട് ഓടും. അതങ്ങനെ അവരുടെ വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വളി വിട്ടുകൊണ്ട് ഓടുമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു കുറ്റകരമായ ചെടിയാണ്, വെളുത്തുള്ളി തിന്നുകൊണ്ട് നിങ്ങളാരും വരരുത്, അതായത് പ്രാർത്ഥിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ എക്സർസൈസ് ചെയ്യുമ്പം തീർച്ചയായും വയറ്റിലുള്ള ഗ്യാസും മറ്റു സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഗ്യാസ് പോകും. കാരണം അങ്ങനെയാണ് ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ നിസ്കാരത്തിൻ്റെ എക്സർസൈസ്. അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ മുമ്പ് അജീഷ് ബ്രദർ പറഞ്ഞതുപോലെ മറ്റു പല വസ്തുക്കളും ചേർന്ന് ആഹാരം കഴിച്ചിട്ട് ഒരു വലിയ അസഹ്യമായ ഒരു വളി വിട്ടാൽ, ഒരു കീഴ്ശ്വാസം വിട്ടാൽ, എന്തിനാണ് അയാൾ തന്നെ പുറത്തേക്ക് പോകേണ്ടത്? മറ്റുള്ളവരുടെ മൂക്കിൽ കൂടിയല്ല ഇത് കയറിയിട്ട് അവരല്ലേ അശുദ്ധമാവുക, അവരും കൂടി അശുദ്ധമാവുകയല്ലേ. അതിനെപ്പറ്റി ഒന്നും ഇവർ പഠിപ്പിക്കുന്നില്ല.
മറ്റുള്ളവർക്ക് മൂക്ക് പൊത്താൻ പോലും പറ്റില്ല, സ്മെല്ല് കാരണം അശുദ്ധല്ല. അവരൊക്കെ മറ്റുള്ളവർക്ക് മൂക്ക് പൊത്താൻ പോലും പറ്റില്ല, കാരണം അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിസ്കാരത്തിനിടയ്ക്ക് വേറെ ആക്ഷനൊന്നും പാടില്ല. അപ്പോൾ അവർ തല കുമ്പിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവർ മൂക്ക് പൊത്തിയാൽ അവർക്കും ഈ അവരുടെ തെറ്റായി പോകും, അവർ സ്വീകരിക്കപ്പെടുകയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ആർക്കെങ്കിലും കീഴ്ശ്വാസം പോയാൽ വീണ്ടും പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഉടനെ അയാളെ പുറത്തേക്ക് പറഞ്ഞയക്കാനായിട്ടുള്ളൊരു വിദ്യയാണ് നീ പോയി കൈയും മുഖം കഴിയിട്ട് വാന്ന് പറഞ്ഞയക്കുന്നത് പോലെ. അല്ലെങ്കിൽ വളി വിടുമെന്നൊരു ഭയപ്പെട്ടാൽ അയാൾ ഉടനെ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു മാർഗമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു റൂളായിരിക്കാം ഇത് എന്ന് എൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന് യാതൊരു റീസണും, അല്ലെങ്കിൽ കീഴ്ശ്വാസം പോയി കൈമുഖം കഴിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലെന്തൊരു ലോജിക്കാണുള്ളത്? ഇവരുടെ ഫത്തുൽ മൊയ്നൊക്കെ വായിച്ചു അതിലതന്നെ കീശ്വാസം പോയിട്ടേ നിങ്ങൾക്ക് ഇതിനൊരു റീസൺ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതന്നെ കീഴെ കൂടെ കഴുകുന്നത് മേൽഭാഗം, എന്താണ് അതിൽ ലോജിക്? അതാണ് പറയുന്നത്. കീശ്വാസം പോയ അത് ഒതു മുറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ആ കീശ്വാസം ഇട്ടോണ്ട് ആകെ നാറൂല അവിടെ പള്ളി, എല്ലാരും അതിന് നിൽക്കൂല. പിന്നെ അതാണിപ്പോ അതുകൊണ്ടല്ലേ എല്ലാരും പുറത്തേക്ക് ഓടി വരുന്നത്. അതാണ് അതിന്റെ ഇത്. ഒന്ന് വെച്ചോളൂ. അപ്പൊ താങ്കൾക്ക് അത്രേ ഉള്ളൂ. അത്രയ്ക്ക് നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ദൈവം ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങളുടെ ദൈവം ശരിയല്ലല്ലോ. അല്ല ബിജുബ്ര ലീ സിസ്റ്ററെ, സത്യത്തിൽ എന്തിനാണ് ഈ സിസ്റ്റം വെച്ചെന്നറിയോ? ഇത് മുഹമ്മദിന്റെ സമയത്ത് അവിടെ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം പല പ്രാവശ്യം മുഹമ്മദിന് ഇങ്ങനെ അനുഭവപ്പെട്ടു, നല്ല മണം വരുന്നുണ്ട്, പക്ഷെ ആരാന്നറിയുന്നില്ല. അവസാനം ഇത് കണ്ടുപിടിക്കേണ്ട ആരാന്ന് പറയുന്നുമില്ല, മിണ്ടുന്നുമില്ല, വിട്ടോ പറയോ, ഞാനാ വിട്ടെന്ന് പറയല്ലോ. അപ്പൊ അവസാനം മുഹമ്മദ് ഒരു വഹി ഇറക്കി, ഇങ്ങനെ ആരെങ്കിലും കീഴുമായി വളി വിട്ടു കഴിഞ്ഞാൽ അവൻ വെളിയിൽ പോയി കഴുകണം. അത് അള്ളാഹുവിന്റെ ആയത്തായി പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഈ ആളെ കണ്ടുപിടിക്കാനായിട്ട് ഇറക്കിയ ഒരു ആയത്താണ് വളി വിട്ടവൻ ആരാന്ന് കണ്ടുപിടി. ഇപ്പൊ ഒരു സ്കൂളിലെ ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളിരിക്കുക, ഒരു മാറ്റം ഒരു മണം വരുമ്പോ ആരെങ്കിലും പറയോ ആരാ വളി വിട്ടെന്ന് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഞാനാ സാറെ വളി വിട്ടെന്ന് പറയോ? പറയല്ലോ. ഇന്ന് പറഞ്ഞ പോലെ തന്നെ വളി വിട്ടത് ആരാന്ന് കണ്ടുപിടിക്കാൻ വരെ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു. അതിനെ പോലും ഭയങ്കര എന്റെ പൊന്നു മനുഷ്യ നമിച്ചു, അള്ളാഹുവിനെ നമിച്ചു.